ഒരു പെൺകുട്ടി, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 16 വയസ്സ് ഉള്ളൂ. ആ പെൺകുട്ടി വൈകുന്നേരങ്ങളിൽ +1 പഠിക്കുന്നതാണെന്ന് ഓർക്കണം. ഒരുപാട് കാണുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വെഹിക്കിൾ ചെക്കിങ്, വാഹന പരിശോധനകളിൽ അവിടെ ഒരു യുവാവ് ഉപയോഗിക്കുന്നത് 18ഓളം തരത്തിലുള്ള ഡ്രഗ്സാണ്. ഒരു ലിക്കർ ഉപയോഗിക്കുന്ന ആളെയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്. അയാൾ വേച്ച് നടക്കുന്നു, കണ്ണ് ചുവന്നു. ഗഞ്ചാവ് ഉപയോഗിക്കുന്ന അയാൾക്ക് ഓരോ സിംറ്റംസ് ഉണ്ട്. അതായത് അയാൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അയാളുടെ കൈയുടെ അറ്റത്ത് മഞ്ഞ നിറം ഉണ്ടാവും. കഞ്ചാവിന് അങ്ങനെയല്ല. കഞ്ചാവ് വളരെ സ്ലോ ആയിട്ട്, കാമായിട്ട്, അല്ലെങ്കിൽ പാട്ട് ഒക്കെ കേട്ട് ഇങ്ങനെ റിലാക്സിങ് മൂഡിലായിരിക്കും അവനെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വാച്ച് ചെയ്യുന്നതിൽ നിന്ന് പേരൻ്റ് ഒരിക്കലും പുറകോട്ട് പോകരുത്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണി വലുതായിട്ട് വരും. അങ്ങനെയുള്ള സിംറ്റംസ് ഓരോന്നിനും കാണിക്കും. പലരും ഈ ലഹരിയിലേക്ക് പെട്ടുപോകുന്നത് ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷത്തിനോ വേണ്ടിയിട്ടായിരിക്കും. അപ്പം നമ്മുടെ ആഹ്ലാദം അല്ലെങ്കിൽ നമ്മുടെ ലഹരി എന്തായിരിക്കണം? നമ്മുടെ ജീവിതമായിരിക്കണം. ദീപിക ഇമ്പാക്റ്റ് പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന മയക്കുമരുന്നിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറും ജില്ലാ വിമുക്തി മിഷൻ്റെ മാനേജരുമായ MK പ്രസാദാണ്. ഏവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. എത്ര നാളായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്? ഞാൻ സർവീസിൽ കയറിയത് 2005 മാർച്ചിലാണ്. ഇപ്പോൾ ഏകദേശം 21 വർഷം പൂർത്തിയായിരിക്കുകയാണ് ഈ മേഖലയിൽ. ഇൻസ്പെക്ടറായിട്ട് കയറിയതാണ്. ഇപ്പോൾ അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറായിട്ട് കോട്ടയത്ത് ജോലി ചെയ്യുന്നു, വിമുക്തിയിൽ. ഓക്കെ. ഈ സമീപകാലത്തെ ഒരു ട്രെൻഡ്, പണ്ടൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ആൺകുട്ടികൾ പുറത്തു പോകുമ്പോൾ പേടിച്ചാൽ മതിയായിരുന്നു, അല്ലെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർക്കും മാതാപിതാക്കൾക്കൊക്കെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ പെൺകുട്ടികളെക്കുറിച്ചും ഒരു മാതാപിതാക്കളുടെ മനസ്സിൽ വരുന്ന ഒരു കാലമാണ്, പ്രത്യേകിച്ച് മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട്. സാർ അതിനെ എങ്ങനെ കാണുന്നു, ഈ പുതിയ ട്രെൻഡ്? പെൺകുട്ടികളും ഇതിലേക്ക് വളരെ വലിയ തോതിൽ അതിനങ്ങനെ ഒരു വേർതിരിവ് കാര്യമായിട്ടില്ല. പ്രത്യേകിച്ച് കൊറോണ കാലം 2019 ശേഷം ഒരു വലിയൊരു എടുത്തുചാട്ടം, അതായത് ഡ്രഗ്സിൻ്റെ വരവിലും അതുപോലെ ഉപഭോഗത്തിലും വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ കൊറോണ കാലത്ത് നമ്മുടെ കുട്ടികൾ പഠനത്തിനായിട്ട് ഉപയോഗിച്ചത് ആൻഡ്രോയിഡ് ഫോണുകളാണ്. ആൻഡ്രോയിഡ് ഫോണ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ആ കുട്ടികൾക്ക് അതിലുള്ള, അതായത് ഫോണിലുള്ള പല ആപ്ലിക്കേഷനിലും എത്തിച്ചേരാൻ പറ്റി. പക്ഷേ പേരൻസിന് അങ്ങനെയുള്ളൊരു സാധ്യത ഇല്ലായിരുന്നു. സാധ്യത എന്ന് പറഞ്ഞതിനാൽ കൂടുതൽ അവർക്ക് അതിനുള്ള അറിവില്ലായിരുന്നു. അപ്പോൾ അവർ കിട്ടുന്ന ഫ്രീ ടൈമിൽ ഒരുപാട് മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടന്നു ചെന്ന് ഇതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കി കൂടുതൽ കണക്ഷൻ, ബാക്കിയുള്ള ഈ ലോകത്തുള്ള എല്ലാവരുമായിട്ടുള്ള കണക്ഷൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ പല സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് വന്നിരിക്കുന്നത്. അതിനകത്തൊരു ആൺ പെൺ വേർതിരിവ് ഇല്ല. പക്ഷേ ആണുങ്ങൾ കൂടുതലുണ്ട്, എന്നാലും പെൺകുട്ടികളും ഇതിനകത്ത് കടന്നു വന്ന സാഹചര്യം ഒരുപാടുണ്ടായി. പ്രത്യേകിച്ച് അടുത്ത ഒരു വർഷത്തിൽ താഴെ ഞങ്ങളുടെ ഓഫീസിൽ കൗൺസിലിംഗ് നടത്താറുണ്ട്. അതിന് എലിജിബിളായിട്ടുള്ള ആളുണ്ട്. അപ്പോൾ അവിടെ കൗൺസിലിംഗ് വന്നു. ഒരു പെൺകുട്ടി നമ്മുടെ സമീപ പ്രദേശത്ത് ഒരു പെൺകുട്ടി, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, 16 വയസ്സ് ഉള്ളൂ. ആ പെൺകുട്ടി വൈകുന്നേരങ്ങളിൽ അച്ഛൻ വിദേശത്താണ്, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. വൈകുന്നേരങ്ങളിൽ ആൺകുട്ടികളുടെ കൂടെ ഇറങ്ങിപ്പോവുകയും +1 പഠിക്കുന്നതാണെന്ന് ഓർക്കണം, ഇറങ്ങിപ്പോവുകയും മദ്യം അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നു. അമ്മ പറഞ്ഞിട്ട് അതിനകത്ത് യാതൊരു നടപടിയും അതിനകത്ത് ഉണ്ടായില്ല. അവളതിനകത്ത് കുറച്ചില്ല, കണ്ടിന്യൂ ചെയ്തു. ഷാപ്പിൽ പോലും പോയി കഴിച്ചിട്ടുണ്ടെന്നാണ് ആ പെൺകുട്ടി പറയുന്നത്, കൗൺസിലിങ്ങിൽ പറഞ്ഞത്. തുടർന്ന് നമ്മുടെ അവിടെ കൗൺസിലിങ്ങിന് വന്നു. കൗൺസിലിംഗ് നടത്തി പേരൻറ്റിനും കൊടുത്തു. പിന്നെ നമ്മുടെ ജില്ലയിൽ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് വിട്ടു. അതായത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. പാല ജനറൽ ഹോസ്പിറ്റലിലാണ് ഡി അഡിക്ഷൻ സെൻ്റർ. അങ്ങോട്ട് പുള്ളിക്കാരത്തെ ഈ പെൺകുട്ടീനെ വിട്ടു. തുടർന്ന് അവിടെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ ഞങ്ങൾ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളും ഇതിനകത്ത്
പെട്ട് പോകുന്ന സാഹചര്യം ഉണ്ട്. ആൺകുട്ടികളുടെ എണ്ണം കൂടുതലാണ്, പക്ഷേ പെൺകുട്ടികളില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ? അതായത് ഇപ്പോൾ ഈ ഡ്രഗ്സ് അങ്ങനെയുള്ള കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ വഴി ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരെ തുടർന്ന് സൗഹൃദ വലയത്തിലാക്കി പിന്നെ അവസാനം ഈ റാക്കറ്റിനകത്ത് ചെന്ന് പെടുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനം. അതെ, സോഷ്യൽ മീഡിയയുടെ ഞാനീ പറഞ്ഞത് സോഷ്യൽ മീഡിയയാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഫോൺ എന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയ ആണല്ലോ. അപ്പോൾ ആ സോഷ്യൽ മീഡിയ മുഖാന്തരമാണ് ഇവർക്ക് കണക്ഷൻ കിട്ടുന്നത്. ആ കണക്ഷനിൽ കൂടിയാണ് ഇവർക്ക് ലഭിക്കാനുള്ള കോണ്ടാക്റ്റുകളും സോഴ്സുകളും ഇതൊക്കെ കിട്ടുന്നത്. വ്യാജ ഐഡികൾ, പ്രൊഫൈല്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂടി കടന്ന് അവർക്ക് കണ്ടെത്താനുള്ള സോഴ്സ് അവർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ മെയിനായിട്ടും ഈ സംഭവങ്ങൾ നടത്തുന്നത്. ഉദ്യോഗസ്ഥർക്ക് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഉണ്ട്. ഓക്കെ, ഞങ്ങൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടികളിൽ നിന്നൊക്കെ യുവാക്കളെയും യുവതികളെയും ഒക്കെ പിടിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകാവുന്ന ഒരു വലിയ ആഘാതം പലപ്പോഴും എൻ്റെ മകൻ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമായിരിക്കും ഒരു അമ്മയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു അപ്പൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി മാറുന്ന ഒരു നിമിഷം അതായിരിക്കും, അവർ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷം. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിലും ഈ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഇടപെടുമ്പോഴത്തേക്ക് പലപ്പോഴും കാണേണ്ടി വന്നിട്ടുണ്ടായിരിക്കുമല്ലോ? ഒരുപാട് കാണുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വെഹിക്കിൾ ചെക്കിങ്, വാഹന പരിശോധനകളിൽ പേരൻസ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ യുവാക്കൾ മാത്രമുള്ള അല്ലെങ്കിൽ ആൺ പെൺ സുഹൃത്തുക്കൾ മാത്രം ഉൾപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അവരുടെ കയ്യിൽ ഇങ്ങനെ ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ സെക്ഷൽ മിസ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറേ വസ്തുക്കളും സ്ഥിരം കണ്ടെത്താറുണ്ട്. കാരണം ഇവരിത് ഉപയോഗിച്ചിട്ട് വേറെ പ്രത്യേകിച്ച് ഈ ടൂറിസ്റ്റ് മേഖലകളിലേക്ക്, നമ്മൾ വാഗമൺ അങ്ങനെയുള്ള നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലെ ടൂറിസ്റ്റ് മേഖലയിലേക്ക് അല്ലെങ്കിൽ കുമരകം അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലേക്ക് വാഹന പരിശോധന നടത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇവരിൽ നിന്ന് കണ്ടെടുത്താൽ ചെറിയ മൈനർ ക്വാണ്ടിറ്റി ആണെങ്കിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ മീഡിയം കേസിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് റിമാൻഡിലായി പോകുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? പലപ്പോഴും ഈ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആകുന്നവരെ രക്ഷിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയ ദൗത്യമല്ലേ? പലപ്പോഴും അവർ തിരിച്ചു വന്നാലും വീണ്ടും ഇങ്ങനത്തെ കൂട്ടുകെട്ട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്. ചികിത്സയ്ക്കൊക്കെ പോയിട്ട് വന്നവർ 3-4 മാസമൊക്കെ ഇച്ചിരി വലിയ കുഴപ്പമില്ലാതെ നടന്നിട്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഇവരെ സമ്പൂർണ്ണമായിട്ട് രക്ഷിച്ചെടുക്കുവാനൊരു കഴിവ് നമുക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ച് അധികം താമസിയാതെ മറ്റേ ലിക്കറാണെങ്കിൽ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിൽ അഡിക്ഷനുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ അഡിക്ഷൻ വന്നാലും റിട്രൈവ് ചെയ്തു പോകാനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. പക്ഷേ മറ്റത് ഡ്രഗ്സ് അങ്ങനെയല്ല. ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഡ്രഗ്സിന് നിന്ന് ഒരു വിമോചനം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം അടുത്ത കാലത്ത് ഞങ്ങളിവിടെ മോനിപ്പള്ളിയിലൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്. ഞങ്ങളവിടെ പരിശോധന നടത്തി. അവിടെ ഒരു യുവാവ് ഉപയോഗിക്കുന്നത് 18ഓളം തരത്തിലുള്ള ഡ്രഗ്സാണ്. അപ്പം ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു എങ്ങനെയാണ് ഇവന് ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അയാൾക്ക് സ്വന്തമായിട്ടുള്ളൊരു തോന്നൽ വേണം. ഞാൻ രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നൽ അയാൾക്കുണ്ടാവണം. ഉണ്ടാക്കിയാൽ പോലും നമ്മുടെ ഫസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്. അതായത് നമ്മുടെ മനസ്സിനെയാണത്, അതായത് തലച്ചോറിനെയാണ് അത് ബാധിക്കുന്നത്. തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞിട്ട് ആ തലച്ചോറ് നമുക്കറിയാമല്ലോ, നമ്മുടെ ഈച്ച് ആൻഡ് എവരി പ്രോസസ്സ് നിയന്ത്രിക്കുന്നത് നമ്മുടെ CPU ആയ തലച്ചോറാണ്. ആ തലച്ചോറിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു വിമോചനം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോയി കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടെങ്കിൽ സാധ്യതകൾ ഉണ്ട്. പക്ഷേ അത് വിരളമാണ്, പക്ഷേ സാധ്യതകളുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ, അപ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിലും ഇവർക്ക് ഓരോരുത്തർക്കും ഈ ഡ്രഗ്സ് കിട്ടുന്നതിനൊരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കി ഇവൻ അതിൽ നിന്ന് ഇപ്പം ചിലപ്പം കൂട്ടുകാരുമായിട്ട് കമ്പനി കൂടുന്ന സാഹചര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വൈകുന്നേരത്തെ ഫോൺ കോൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം. അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ കൂട്ടുകാർ വിളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പലരും ചാടി പോകുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഒന്നെങ്കിൽ അവിടുന്ന് നാട് മാറുക,
അല്ലെങ്കിൽ അവൻ്റെ കോള് മാക്സിമം ഉപേക്ഷിക്കുക, ബന്ധങ്ങൾ ഉപേക്ഷിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടി പോയി കണ്ടിന്യൂസ് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. പലപ്പോഴും നമ്മുടെ ഈ നാട്ടിലിപ്പം ഏതെങ്കിലും ഈ ഒഴിഞ്ഞ പ്രദേശം അവിടെയൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പലപ്പോഴും ഈ കുട്ടികളെ കാണാം. പക്ഷേ ഈ കുട്ടികൾക്കെല്ലാം അവരുടെയൊക്കെ അതായത് ഈ ഡ്രഗ്സിന് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരുടെ ശാരീരിക രീതികൾ തന്നെ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും ചിലർ മുടിയൊക്കെ പ്രത്യേക രീതിയിൽ വളർത്തുന്നു, ചില പ്രത്യേക തരത്തിലുള്ള വേഷങ്ങൾ. അവരെ കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ഇവന് കുഴപ്പത്തിൽ ചാടിയ ആളാണെന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാവും. എന്തുകൊണ്ടാണ് അവർ ആ ഒരു സ്റ്റൈലിലേക്ക് എല്ലാവരും ഒരു രീതിയിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഒരു? ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇത്. ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിയുമ്പം എന്താ നമുക്ക് സൈക്കോട്രോപ്പി, അതായത് തലച്ചോറിനെ ബാധിക്കുന്നൊരു സംഭവമാണ്. അത് എന്ന് പറഞ്ഞാൽ ലിക്കർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ലഹരി ലിക്കർ ഉപയോഗിച്ച് കഴിയുമ്പം ഒരു ലിക്കർ ഉപയോഗിക്കുന്ന ആളെയാണ് നമുക്ക് കാണുമ്പോൾ അറിയാം എങ്ങനെയുണ്ട്. അയാൾ വേച്ച് നടക്കുന്നു, കണ്ണു ചുമന്നു, അത് അല്ലെങ്കിൽ അയാൾ സംസാരത്തിൽ മറ്റേ കുഴച്ചിൽ വരിക, പിന്നെ സ്മെല്ല് വരിക, അങ്ങനെ നമുക്ക് മറ്റേ ലിക്കർ വെച്ച് ഉപയോഗിക്കുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഗഞ്ച ഉപയോഗിക്കുന്ന അയാൾക്ക് ഓരോ സിംറ്റംസ് ഉണ്ട്. അതായത് അയാൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ അയാളുടെ കൈയുടെ അറ്റത്ത് മഞ്ഞ നിറം ഉണ്ടാവും, അയാളുടെ ശരീരത്തിന് അല്ലെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിന് വല്ലാത്ത സ്മെല്ലുണ്ടാവും. അതുപോലെ ഇയാൾ നോർമൽ രീതിയിൽ നിന്ന് സാധാരണ മറ്റ് ബാക്കിയുള്ള ഡ്രഗ്സുകളാണ് ഇത് അവർ അഗ്രസീവ് മൂഡായിരിക്കും. സംസാരിക്കുന്ന വലിയ സൗണ്ട് എടുത്ത് ഡ്രഗ്സൊക്കെ ആണെങ്കിൽ വലിയ സൗണ്ട് എടുത്ത് MDMA പോലുള്ള സംഭവങ്ങളാണെങ്കിൽ വലിയ സൗണ്ട് എടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള മറുപടി ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനങ്ങനെയല്ല, കഞ്ചാവിന് അങ്ങനെയല്ല. കഞ്ചാവ് വളരെ സ്ലോ ആയിട്ട് കാമായിട്ട് അല്ലെങ്കിൽ പാട്ട് ഒക്കെ കേട്ട് ഇങ്ങനെ റിലാക്സിങ് മൂഡിലായിരിക്കും, മയങ്ങി നിൽക്കുന്ന മൂഡിലായിരിക്കും ഈ ഗഞ്ച ഉപയോഗിക്കുന്ന ആൾക്കാരുടെ. അങ്ങനെ അതേസമയം ബാക്കിയുള്ള ഡ്രഗ്സിലാണെങ്കിൽ ഭയങ്കര അവൻ്റെ സംസാരം അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി, അതുപോലെ അവൻ്റെ കണ്ണിൻ്റെ താഴെ കറുത്തിരിക്കും, കണ്ണ് ചുവന്നിരിക്കും, സ്വെറ്റ് ചെയ്തിരിക്കും, വല്ലാണ്ട് വേർത്തിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്യൂപ്പിൾ, അതായത് കൃഷ്ണമണി വലുതായിട്ട് വരും. അങ്ങനെയുള്ള സിംറ്റംസ് ഓരോന്നിനും കാണിക്കും. അപ്പം നമുക്കത് പക്ഷേ ഈ സിംറ്റംസ് എന്ന് പറഞ്ഞ ഡ്രഗ്സിൻ്റെ ഇതിനകത്ത് സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന സിംറ്റംസ് വെച്ച് നമുക്ക് ഒരു എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പലപ്പോഴും ഈ കുട്ടികളോടൊക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് പെട്ടുപോയവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഗ്യാങ്ങുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട റാക്കറ്റുകൾ ആദ്യത്തെ കുറച്ച് ഡോസുകൾ ഇവർക്ക് സൗജന്യമായിട്ട് കൊടുക്കും. പിന്നെ അഡീഷൻ ആയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെയും കൂടെ വില ചേർത്ത്, ആദ്യം കൊടുത്തതിൻ്റെയും കൂടെ വില ചേർത്ത് പറയുന്നത് പിന്നെ മീടാക്കും. പിന്നെ അത് ഈ മാല പൊട്ടിക്കുക, ഇങ്ങനെ പൈസ കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ള അതിനെക്കുറിച്ചൊന്ന്. അല്ലാതെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഇപ്പം പറഞ്ഞ പോലെ തന്നെ ബാധിക്കുന്നത് എതിനെയാണ്? തലച്ചോറിനെയാണ്. തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുന്നിൽ വേറെ എന്താ ഉള്ളത്? അവന് ഇതേ ഉള്ളൂ, അവനൊറ്റ എയിമേ ഉള്ളൂ. അവന് ഈ സാധനം കൈ കിട്ടുക, സാധനം ഉപയോഗിക്കുക. അവൻ എന്ത് മാർഗവും അതിനു വേണ്ടി ചെയ്യും. ലിക്കറാണെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഡ്രഗ്സ് ആണെങ്കിൽ അവൻ്റെ ഈ തലച്ചോറിനെ ബാധിച്ച് അവന് പിന്നെ ഫ്രണ്ടിൽ സഹോദരനില്ല, അച്ഛനില്ല, അമ്മയില്ല, പെങ്ങളില്ല, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളില്ല. അവനുള്ളത് ഒറ്റ ലക്ഷ്യം മാത്രം, അവനെ എങ്ങനെയും ഡ്രഗ്സ് ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് അവൻ പൈസ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ അത് കിട്ടാനുള്ള സകല മാർഗവും അവൻ തേടും. അതിപ്പം വിഡ്രോവൽ അടിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും, ഇതെന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് വിഡ്രോവൽ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടാവും. അതിന് പറ്റുന്ന മെഡിസിൻ കൊടുത്താണത് നോർമൽ രീതിയിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ. പലപ്പോഴും നമ്മുടെ ഈ വീട്ടിലെ അമ്മമാരൊക്കെ ഈ കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ അമ്മമാർക്ക് പലപ്പോഴും ഈ മദ്യപിച്ചൊക്കെ വന്ന സാറിന് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയായിരുന്നു. പക്ഷേ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും കുറേയേറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചെന്ന് ആടുമ്പോഴാണ് വീട്ടുകാർക്ക് തിരിച്ചറിയാൻ അവരുടെ ഏത് ലക്ഷണങ്ങളിലൂടെ അവരെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ വീട്ടുകാർക്ക് ഇതിൻ്റെ രീതികളിൽ നിന്നോ അല്ലെ പെരുമാറ്റത്തിൽ നിന്നുണ്ടോ മാറ്റങ്ങളിൽ നിന്നോ അല്ല അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുമോ? ഈ പറഞ്ഞ പോലെ ബിഹേവിയറൽ ആയിട്ടുള്ള ചേഞ്ചും ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അവരുടെ ഫിസിക്കലായിട്ടുള്ള കുറേ മാറ്റങ്ങളുണ്ടാവും. ഒന്നെന്ന് പറഞ്ഞാൽ റൂമിൽ അടച്ചിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. പിന്നെ രാത്രിയിൽ ഇറങ്ങിപ്പോകാനുള്ള, അതായത് പുറത്തേക്ക് ഇറങ്ങിപ്പോവുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ അനാവശ്യമായിട്ട് പൈസ
ചോദിക്കുക. അങ്ങനെയുള്ള ഇതിന് വെറുതെ കിട്ടില്ലല്ലോ. അല്ല 1-2 പ്രാവശ്യം ഈ പറഞ്ഞ പോലെ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പം ഈ പ്രോഡക്റ്റ് കിട്ടിയെന്ന് വരും. പക്ഷെ അതിനുശേഷം അവൻ ഈ വിൽപ്പനക്കാരൻ പൈസ ചോദിക്കും. അപ്പം പൈസ കണ്ടെത്താനുള്ളൊരു സാഹചര്യം ഇവനെ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. അപ്പം പൈസ കണ്ടെത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാവും. പിന്നെ പഠനത്തിൽ പുറകിലോട്ട് പോകും. ഭക്ഷണം കഴിക്കാനതിൽ കുറവുണ്ടാവും, ഭക്ഷണത്തിൽ വിമുഖത കാണിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. യഥാർത്ഥത്തിൽ അത് ഡിപ്പാർട്ട്മെൻറ്റിനെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്കുള്ള ഏരിയ 10,000, 20,000, 30,000 അല്ലെങ്കിൽ 40,000 ആൾക്കാരുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് ഓരോ വ്യക്തിയെയും ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ള സംവിധാനമില്ല. അതുപോലെ തന്നെ അധ്യാപകർക്കാണെങ്കിലും ഒരു 40-45 കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. ഓരോരുത്തരുടെയും ഈ സ്വഭാവത്തിലുള്ള വ്യത്യാസം ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ട്. അതേസമയം അവനവൻ്റെ വീട്ടിലാണെങ്കിൽ ഇത് തുടങ്ങേണ്ടത് യഥാർത്ഥത്തിൽ വീട്ടിൽ നിന്നാണ് തുടങ്ങേണ്ടത്. വീട്ടിൽ നിന്ന് കുട്ടികളുടെ നമ്മൾ ഓരോ അവൻ്റെ ബിഹേവിയറായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വാച്ച് ചെയ്യുന്നതിൽ നിന്ന് പേരൻ്റ് ഒരിക്കലും പുറകോട്ട് പോകരുത്. ഈ പറയുന്ന ഈ സ്വഭാവ വ്യത്യാസം ഞാൻ പറഞ്ഞ പോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും, ബിഹേവിയറലായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസങ്ങളെല്ലാം പേരൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. വീട്ടിൽ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നും പറഞ്ഞ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരോ അതിൽ നിന്ന് പുറകോട്ട് പോകണമെന്നല്ല പറഞ്ഞത്. സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഈ പറയുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റ യൂണിറ്റായിട്ട് ഇനി വരുന്ന കാലത്തിൽ ഒറ്റ യൂണിറ്റായിട്ട് മുമ്പോട്ട് ഈ പോയെങ്കിൽ മാത്രമേ ഇത് സമൂഹത്തിൽ നമുക്ക് പറിച്ച് എറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു കൂട്ടരോ അല്ലെങ്കിൽ മാത്രമായിട്ട് നോക്കിയെങ്കിൽ ഇത് ഒരിക്കലും ഇതൊരു ഭീഷണിയായിട്ട് തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. ഈ പലപ്പോഴും വരുന്ന ആക്ഷേപം ഈ ഭരണകൂടങ്ങളും രാഷ്ട്രീയ നേതൃത്വങ്ങളും ഒക്കെ വേണ്ടത്ര ഇതിനു വേണ്ടി ഇത് സമൂഹത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി വേണ്ടത്ര പരിശ്രമിക്കാഞ്ഞിട്ടാണ് ഇതൊക്കെ തുടരുന്നത്. പല VIP-കളുടെ മക്കളും രാഷ്ട്രീയക്കാരുടെ സിനിമാക്കാരുടെ ഒക്കെ മക്കളും ഒക്കെ ഇതിൻ്റെ ലോബികളിലൊക്കെ പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ ഇതിനെയൊക്കെ കണ്ണടച്ചു വിടുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഡ്രഗ്സിനൊക്കെ അടിമയായവരെ മറ്റക്രമത്തിനും സമരത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനെയൊന്നും ഭരണകൂടങ്ങൾ അമർച്ച ചെയ്യാത്തതെന്നുള്ള ഒരു ആക്ഷേപം പലപ്പോഴും പൊതുജനമൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടാവും? ഇല്ല, അതിനകത്ത് നമുക്ക് യാഥാർത്ഥ്യം പറയാൻ പറ്റില്ല. ചില ആൾക്കാർ നമുക്കറിയാമല്ലോ, ഒരു സമൂഹത്തിലുള്ളത് പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലവ് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ 99% അങ്ങനെ ചെയ്യില്ല. കാരണം പ്രത്യേകിച്ച് ഡ്രഗ്സിൻ്റെ ഒക്കെ കാര്യത്തിൽ ചെയ്താൽ ഒരു സമൂഹം പെട്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഒരു സിംഗിൾ വ്യക്തി അല്ലെങ്കിൽ നോക്കിയാൽ മാത്രം തീരുന്ന ഒരു സംഗതിയല്ല. കാരണം ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പിൻ പോയിൻ്റ്, അതായത് നമ്മുടെ ഒരു സൂചിയുടെ അറ്റത്തുള്ളൊരു സാധനം മതി ഒരാൾക്ക്. അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 0.02 മുതൽ മീഡിയം ക്വാണ്ടിറ്റി വരുന്നത്, അതായത് ഗ്രാം മുതൽ മില്ലിഗ്രാം മുതൽ മീഡിയം ക്വാണ്ടിറ്റി വരുന്ന സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ചെറിയൊരു അംശം മതി അയാൾക്ക് കിക്ക് കിട്ടാൻ. അത് സൂക്ഷിച്ച് വെക്കാൻ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലിക്കറാണെങ്കിൽ നമുക്ക് സ്മെല്ല് കിട്ടും, അവന് പെട്ടെന്ന് ആ സ്വഭാവത്തിലുള്ള വ്യത്യാസം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഈ പറയുന്ന പോലെ അങ്ങനെയൊന്നും ആരും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടെന്ന് അഭിപ്രായം എനിക്കില്ല. ഉണ്ടാവും. കാരണം ഒരു സമൂഹം പൊതു സമൂഹമാണല്ലോ, അതിനകത്ത് എല്ലാ ആൾക്കാരും ഉണ്ട്. ഇതുപോലെ ഈ ഡ്രഗ്സ് അല്ല ലിക്കർ പലയിടത്തും ബാൻ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എത്രമാത്രം അത് സക്സസ് ആയിട്ടുണ്ടെന്നുള്ള കാര്യവും നമുക്ക് സ്പഷ്ടമാണ്. ഈ കുറേ കാളുമ്പോൾ ഇങ്ങനെ ഒരു വാദം ഉയർന്നായിരുന്നു. അതായത് മദ്യം ഇടയ്ക്ക് ബാറും എല്ലാം നിരോധിച്ചായിരുന്നല്ലോ കേരളത്തിലെ. മദ്യത്തിൻ്റെ ലഭ്യത വളരെയേറെ കുറഞ്ഞായിരുന്നു. അപ്പം മദ്യത്തിൻ്റെ ലഭ്യത കുറഞ്ഞത് കൊണ്ടാണ് ഡ്രഗ്സ് ഇതുപോലെ പ്രചരിക്കാൻ ഇടയാക്കിയതെന്നും പറഞ്ഞ് കുറേ പേര് പ്രചരിപ്പിച്ചിരുന്നു. അതിനകത്ത് വല്ല അടിസ്ഥാനമുള്ള കാര്യമാണ്? അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ ജനിച്ച കാലഘട്ടം മുതലേ നമ്മളിപ്പം ഉപയോഗിക്കുന്ന ചായ അല്ലെങ്കിൽ കാപ്പി, ചായയിൽ സ്റ്റിമുലൻ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു കാപ്പിയിൽ ചായയിൽ ടാനിക് ആസിഡ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അതുപോലെ കാപ്പിയിൽ കഫൈൻ എന്ന് പറയുന്ന ഇതുണ്ടാവും. അത് നമുക്കൊരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിട്ടണമെന്നുള്ളൊരു ടെൻഡൻസി ഉണ്ട്, ഇല്ലേ? ഏത് മനുഷ്യനാണെങ്കിലും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ
നമ്മളെ കീഴ്പ്പെടുത്തി വേറൊരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സാധനം, നമുക്കൊരു ഫ്രഷ്നെസ് തരിക, നമുക്കൊരു എനർജി ഉത്തേജനം തരിക, ഇതാണ്. അതുപോലെ എല്ലാ വസ്തുവിലും ഒരു സ്റ്റിമുലൻ്റ് ഉണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന ഈ ലഹരി ബാക്കിയുള്ള ലിക്കറാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പുകയില ഉൽപ്പന്നങ്ങളിലാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ഡ്രഗ്സ് ആണെങ്കിൽ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവമാണ്, അഡിക്ഷൻ വരുന്നൊരു സംഭവമാണിത്. ഈവൻ പുകയിലയുടെ കാര്യത്തിലെടുത്താൽ ആ പുകയില വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമെന്ന് തോന്നും, പക്ഷേ അതിനകത്ത് 7000 കെമിക്കൽ സാധനങ്ങൾ അതിനകത്ത് ഉണ്ട്. പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. സാറേ, സ്കൂൾ തുറക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പിന്നെ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് സ്കൂൾ തുറക്കുകയാണ്. കേരളത്തിലെ എല്ലാ പ്രാവശ്യവും വലിയ തയ്യാറെടുപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രാവശ്യം നമ്മൾ എന്തൊക്കെയാണ് കുട്ടികൾ പ്രത്യേകിച്ച് ഈ ലഹരിയിലേക്ക് വീഴാതിരിക്കുക, അതാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ ഭീതിയായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ളത്, അധ്യാപകരുടെയും സർക്കാരിൻ്റെയും മാതാപിതാക്കളുടെ എല്ലാം മനസ്സിലുള്ള ഒരു കാര്യം കുട്ടികളെ എങ്ങനെ ഇതിനകത്തുനിന്ന് രക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമുക്ക് അതിനകത്ത് വേണ്ട ജാഗ്രതയും കാര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതായത് സ്കൂൾ തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡയറക്ഷൻ തന്നിട്ടുണ്ട്. അത് പ്രകാരം ഈ ജില്ലയിലുള്ള സ്കൂളുകളുടെ ലിസ്റ്റ്, പ്രൈമറി സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം പിന്നെ തുടർന്ന് ഇപ്പോൾ തന്നെ പരിശോധനകൾ നടത്തി. പരിശോധിക്കാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, അതുപോലെ ഒഴിഞ്ഞ ടോയ്ലറ്റുകൾ, പിന്നെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പിന്നെ ഇത് ആൾക്കാർക്ക് എൻട്രി വരാൻ ഓപ്പണായിട്ട് പല സ്കൂളുകളും ഓപ്പണായിട്ട് കിടക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് അവരുടെ ചുറ്റുമതിലൊന്നുമില്ലാതെ, അപ്പോൾ അങ്ങോട്ട് കയറി വരാനുള്ള വഴികൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പോയി കണ്ട് പരിശോധിക്കുവാനും, തുടർന്ന് അവിടെയുള്ള ഇപ്പോൾ അവരുടെ അധ്യാപകർ സ്കൂളിൽ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം പ്രധാന അധ്യാപകനെ കണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് തുടർ നടപടികൾ എന്തൊക്കെ തീരുമാനിക്കണം എന്നുള്ളതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് അവിടെ ഇങ്ങനെയുള്ള ഏരിയകളിൽ പരിശോധന നടത്താൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സമീപമുള്ള പെട്ടിക്കടകൾ പുകയില, പാൻപരാഗ് അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ റെയ്ഡ് നടത്താൻ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിന് സ്കൂള് തുറന്നതിന് ശേഷം രാവിലെയും വൈകുന്നേരവും പെട്രോളിങ് അങ്ങനെയുള്ള നടപടികൾ നടത്താൻ ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ അധ്യാപകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരികൾ, ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് ഒരു സമിതി രൂപീകരിക്കാനും സ്കൂളുകളിൽ അതുപോലെ ഓട്ടോ ഡ്രൈവേഴ്സ് അങ്ങനെയുള്ള സമീപത്തുള്ള കടകളിലെ ആൾക്കാർ അവരെല്ലാം ചേർത്ത് മീറ്റിംഗ് നടത്തി അതിന് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം സ്കൂളിലേക്ക് തിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പലപ്പോഴും ഈ സ്കൂളിലെ കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ലഹരി വസ്തുക്കൾ പിടിച്ചതായിട്ട് പലപ്പോഴും റിപ്പോർട്ടുകൾ വരാറുണ്ടല്ലോ. അവരെ നമുക്ക് ഏത് രീതിയിലാണ് ആ സമയത്ത്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു വാർത്തയൊക്കെ ആയി കഴിഞ്ഞാൽ അതുങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ. പലരും സ്കൂളിൻ്റെ സൽപ്പേര് ഓർത്ത് ചിലർ അത് മിണ്ടാതിരിക്കുന്ന അധ്യാപകർ അല്ലെങ്കിൽ അധികാരികൾ ഏറെ രീതിയിൽ അതിനെ അങ്ങ് ഒന്ന് മയപ്പെടുത്തി വിടുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിന് ഏത് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്? കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ 25 വയസ്സ് താഴെയാണ് ഈ കേസെടുക്കുന്ന ആളുടെ പ്രായമെങ്കിൽ, 18 വയസ്സ് താഴെയാണെങ്കിൽ പ്രതി എന്നല്ല വിളിക്കുന്നത്, നിയമം പരിരക്ഷയുള്ള കുട്ടി എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കേസെടുക്കുന്നത്. ജാമ്യം അവിടെ തന്നെ വെച്ച് ഓഫീസിൽ വെച്ച് തന്നെ ജാമ്യം കൊടുക്കാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ 25 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിൽ നിയമപ്രകാരം കൗൺസിലിംഗ് അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന 4 പ്രാവശ്യത്തെ ആ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകി അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ആ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ്. അതായത് ആദ്യ പ്രാവശ്യം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏത് തരത്തിലാണ് ഈവൻ ഇതിനകത്ത് പെട്ടുപോയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അവന് കൊടുക്കുന്ന ഒരു വാണിംഗ് പോലാണത്. അപ്പം തുടർന്ന് ആ പരിരക്ഷ കിട്ടില്ല, ഒരു പ്രാവശ്യമേ അങ്ങനെയുള്ള പരിരക്ഷ കിട്ടുകയുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സ്കൂളുകളിൽ നമ്മൾ പോയി കണ്ട് ഇങ്ങനെയുള്ള
സാധനങ്ങൾ കണ്ടെടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കേസ് എന്നുള്ള രീതിയിലേക്ക് മാറേണ്ടി വരും. ഓക്കെ. പലപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് സ്കൂളുകളിൽ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചതിനെതിരെ വലിയ പ്രതിഷേധം, അധ്യാപകർ ബാഗ് പരിശോധിച്ചതെന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ സ്വകാര്യതയോ അല്ലെങ്കിൽ അവർ ആത്മാഭിമാനത്തെയൊക്കെ ബാധിക്കുമെന്നും പറഞ്ഞ ഒരു വിഭാഗം വാദം ഉയർത്തിയ. ശരിക്കും അത് നടപ്പാക്കേണ്ടതല്ലേ? പിന്നെ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? അത് 100% 100 100ൽ കൂടുതൽ ശതമാനം നടപ്പിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഞാൻ ഈ പറയുന്ന പോലെ ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ അയാളുടെ ബിഹേവിയറിനേക്കാൾ കൂടുതൽ അവൻ്റെ ഷർട്ട് അല്ലെങ്കിൽ പോക്കറ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ അവൻ്റെ ബോക്സ് അല്ലെങ്കിൽ ബാഗ് ഇങ്ങനെയുള്ള സാധനം അതിനകത്ത് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ 100% ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% പരിശോധന നടത്തിയേ മതിയാവുള്ളൂ. അങ്ങനെ അതിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ച് അതിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരു ടെൻഡൻസി നടത്തുന്നത് നമ്മുടെ സമൂഹത്തിന് ദൂഷ്യകരമായിട്ടുള്ളൊരു ദോഷം ചെയ്യും. ഇപ്പോൾ ഒരു സ്കൂളിലേക്ക് ഒരു ഇങ്ങനെ ഡ്രഗ്സ് എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേർ വഴിയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർ അവിടുത്തെ മുതിർന്ന കുട്ടികൾക്ക് കൊടുത്ത് അങ്ങനെ വരുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് എങ്ങനെ അവിടെ ഇടപെടാൻ പറ്റും? എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ജില്ലാ തലത്തിലുള്ള കൺട്രോൾ റൂമുകളുണ്ട്. ആ കൺട്രോൾ റൂമിൽ അറിയിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ഇങ്ങനെയുള്ള ഡ്രഗ്സോ അല്ലെങ്കിൽ ലഹരിയായിട്ട് ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടെങ്കിൽ സംസ്ഥാന തലത്തിൽ നമ്പറുണ്ട് 9447178000. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞാൽ അതിനകത്ത് നടപടി കമ്മീഷണറുടെ അവിടെയുള്ള നമ്പറാണ്. അപ്പോൾ അതിനകത്ത് നടപടി ഉണ്ടാവും. പലപ്പോഴും ഈ ആളുകൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളെയൊക്കെ അവഗണിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പേടിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പലപ്പോഴും വലിയ നെറ്റ്വർക്കാണ്. ഒരിടത്ത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് കഴിക്കുന്ന പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് ആക്രമിക്കുകയും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അധ്യാപകർ പോലും പലപ്പോഴും കണ്ണടയ്ക്കുന്നത് എന്തിനാണ് ഈ തലവേദന പിടിക്കാൻ പോകുന്നതെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റും? അതിനാണ് ഈ പറഞ്ഞ പോലെ ടോൾ ഫ്രീ ഈ നമ്പറുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അല്ലെങ്കിൽ CAമാരുടെ നമ്പറുകൾ അല്ലെങ്കിൽ ഇൻസ്പെക്ടറുടെ നമ്പറെല്ലാം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ നമ്പറിൽ രഹസ്യമായിട്ട് വിളിക്കുക, കൺട്രോൾ റൂമിൽ വിളിച്ച് പറയുക. അവരുടെ ഒരിക്കലും ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ കൊടുക്കുന്ന ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നടപടി ഉണ്ടാകും. പോലീസിലാണെങ്കിലും അങ്ങനെയുള്ള നമ്പറുകളുണ്ട്. ആ നമ്പറിൽ വിളിച്ച് പറയുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വിമുക്തിയായിട്ട് ബന്ധപ്പെട്ട വിമുക്തിയിൽ സേവനങ്ങൾ, ആ സേവനങ്ങളിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ 144-005 എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. അതിന് ആ സേവനങ്ങൾ കിട്ടും. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ ഭയക്കാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കൺട്രോൾ റൂമുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പറുകളിൽ ഈ നമ്പറിൽ വിളിച്ചാൽ അതിനകത്ത് നടപടി ഉണ്ടാവും. ഓക്കെ. ഉദ്യോഗസ്ഥരുടെ നമ്പറാണ്, അതിനകത്ത് നടപടി ഉണ്ടാവും. പലപ്പോഴും ഈ കുറ്റവാളികളുമായിട്ട് പലവട്ടം ഇടപെട്ടത് കൊണ്ടാണോ എന്നറിയത്തില്ല, പലപ്പോഴും പോലീസുകാരെ അടക്കം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതിനെതിരെ പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരെ പലപ്പോഴും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുന്ന സംഭവങ്ങളും പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കും ഇതൊരു ഭീഷണിയാണോ? അങ്ങനെയുള്ള ആൾക്കാർ നമുക്കറിയാമല്ലോ, ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധമാണ് ഉദ്യോഗസ്ഥർ. അതായത് പറഞ്ഞാൽ നമുക്കറിയാം സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ട്. അതിനകത്ത് ക്രിമിനൽസ് ഉണ്ട്, മറ്റേ നല്ല വ്യക്തികളുണ്ട്, പലതരത്തിലുള്ള വ്യക്തികളുണ്ട്. അതിൻ്റെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ഒരാൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത്. അതിനകത്ത് വ്യക്തികൾ മദ്യം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും അതുണ്ട്. അപ്പം നമുക്കത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ, മറ്റുള്ള ഇതിലെ പോലെ തന്നെ അർഹമായിട്ടുള്ള ശിക്ഷ ഡിപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണേലും കൊടുക്കുകയാണ് അതിനകത്ത് യഥാർത്ഥ മാർഗം. ആ രീതിയിൽ ചെയ്യുന്നുമുണ്ട്. പല ആൾക്കാരും പല രീതിയിലും സസ്പെൻഷനോ അല്ലെങ്കിൽ ഈവൻ ഡിസ്മിസിലോ ആകുന്ന സംഭവങ്ങൾ നിരന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ സാർ, ഏറെ കാലമായിട്ട് ഈ എക്സൈസ് ഈ മയക്കുമരുന്ന്, ഡ്രഗ്സ് ഇങ്ങനെയുള്ള മേഖലകളിലെ അന്വേഷണവും അങ്ങനെയുള്ള തെരച്ചിലുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. അപ്പോൾ ഈ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു സമ്പത്തായി മാറേണ്ട നമ്മുടെ യുവതലമുറ വിദ്യാർത്ഥികളൊക്കെ പലപ്പോഴും ഇതിലേക്ക് അബദ്ധത്തിൽ ചെന്ന് മിടുക്കരായ പിള്ളേർ പോലും വീണുപോയി കഴിഞ്ഞാൽ പിന്നെ അതോടെ അവരുടെ ഭാവി തീരുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അപ്പോൾ ഈ കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? പലരും ഈ ലഹരിയിലേക്ക് പെട്ടുപോകുന്നത് ഒരു നേരം പോക്കിനോ അല്ലെങ്കിൽ ഒരു ചെറിയ സന്തോഷത്തിനോ വേണ്ടിയിട്ടായിരിക്കും. കൂട്ടുകാരി വഴി അല്ലെങ്കിൽ ആ ഈ സാഹചര്യങ്ങൾ അങ്ങനെയുള്ള അതുകൊണ്ടായിരിക്കാം അവരിത് പെട്ടുപോകുന്നത്. പക്ഷേ ഡ്രഗ്സിലേക്കൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോക്ക് വലിയ ബുദ്ധിമുട്ടാണ്.
അപ്പം നമുക്ക് സന്തോഷങ്ങൾ നമുക്ക് ജീവിതത്തിൽ പല രീതിയിൽ, നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ പഠനത്തിൽ, അല്ലെങ്കിൽ കളികളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ചെറിയ ചെറിയ വിജയങ്ങൾ നേടിയെടുക്കുകയും അങ്ങനെ നമ്മൾ സന്തോഷം ആർജിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് പ്രശ്നമില്ല, നമ്മുടെ ജീവിതത്തിന് പ്രശ്നമില്ല, ആർക്കും കരിയറിനും പ്രശ്നമില്ല. അപ്പം നമ്മുടെ ആഹ്ലാദം അല്ലെങ്കിൽ നമ്മുടെ ലഹരി എന്തായിരിക്കണം? നമ്മുടെ ജീവിതമായിരിക്കണം. അതാണ് എനിക്ക് നൽകാനുള്ള മെസ്സേജ്. കുടുംബങ്ങളെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും തന്നെ പ്രതിസന്ധിയിലാക്കുന്ന മയക്കുമരുന്ന് എന്ന മാരക വിപത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് എക്സൈസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ MK പ്രസാദാണ്. അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും ആശംസയും നേരുന്നു. നമസ്കാരം.